ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ഹൈബ്രിഡ് പഠന രീതി ആരംഭിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യും. സ്കൂളിലെ 700-ലേറെ കുട്ടികൾ ഇനി മുതൽ സ്മാർട്ട് ക്ലാസ് മുറികളിൽ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് പഠിക്കും. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. കേരളത്തിലാദ്യമായി കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ഹൈബ്രിഡ് പഠന രീതി ആരംഭിച്ചു. സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റൽ പഠന സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സ്റ്റം സ്ട്രീം മൊഡ്യൂളുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാക്കും. ടെക് അവാന്ത് ഗാർഡെ, മൈക്രോസോഫ്റ്റ്, ഇന്റൽ എന്നീ കമ്പനികളുടെ സഹകരണത്തോടെ നൂതന പദ്ധതി നടപ്പാക്കുന്നത്. 2 വിശിഷ്ട വ്യക്തികളോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് സാധിച്ചതിന് ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, ഫാദർ വർഗീസ് ടീച്ചറ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് മിസ്റ്റർ അലി സെയ്ദ്. അദ്ദേഹം ടെക് അവന്ത് ഗാർഡ് എന്ന ഒരു കമ്പനിയുടെ സിഇഒയാണ്. ടെക് അവന്ത് ഗാർഡ് എഡ്യൂക്കേഷൻ എൻ്റർപ്രൈസുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഇന്ത്യയിലുള്ള ഒരു പ്രമുഖ കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ്, ഇന്റൽ എന്നീ കമ്പനികളുടെ സഹായത്തോടു കൂടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒത്തിരി നടത്തുകയും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് കാര്യമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാക്. എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് മിസ്റ്റർ കെ വി വിൻസെൻ്റ്. അദ്ദേഹം തൊടുപുഴക്കാരനാണ്. 24 വർഷത്തോളം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ICC ബോർഡ്, നമുക്കുള്ള ഡോൺ ഓക്സിലിയം സ്കൂളുണ്ട്, അത് ICCയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ബോർഡാണ്. ആ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിരുന്നു. അതുപോലെ അസോസിയേഷൻ്റെ ഏകദേശം ഒരു സെക്രട്ടറി ആയിട്ട് 6 വർഷം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ്. ഡിജിറ്റൽ പഠനവും നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്താദ്യമായി ഹൈബ്രിഡ് പഠന രീതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സുരക്ഷിതവും കാലാനുസൃതവുമായ മാറ്റത്തിന് ഈ പഠന രീതി വഴിതെളിക്കും. പല ഫാക്ടേഴ്സും ഉണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പ്രോസസ്സിലായിരുന്നു. അവസാനം ഞങ്ങൾ ഏകദേശം ഒരു സ്റ്റേജിലെത്തി. ഇപ്പോൾ ഡോൺ ബോസ്കോ കട്ടപ്പന ഇന്ത്യയിൽ ധാരാളം സ്കൂളുകളുണ്ട്. വലിയ വലിയ സിറ്റികളിൽ വലിയ വലിയ സ്കൂളുകളൊക്കെയുണ്ട്. വലിയ സിറ്റികളിൽ ഈ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് കട്ടപ്പന ഈ സ്കൂളിൽ ഇവിടെ വരാൻ കാരണം എന്ന് തീർച്ചയായിട്ടും ആരും ചോദിക്കും. എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വളരെ ചെറുതായിട്ട് എന്നുള്ള ഇരുന്നത് തോന്നും. കട്ടപ്പന പോലെ ചെറിയ സ്ഥലത്ത് ഇതെങ്ങനെ വന്നു? സത്യത്തിൽ ഇതിൻ്റെ 2 കാരണങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, ഇത് ഡോൺ ബോസ്കോ സഭ, ആ കോൺഗ്രിഗേഷൻ്റെ ഒരു സ്കൂളാണെന്നുള്ളതാണ് ഒരു കാരണം. കാരണം ഈ ഡോൺ ബോസ്കോ സ്കൂളുകൾ ലോകം മുഴുവനുമുണ്ട്. ഇന്ത്യയിൽ വളരെ നല്ല സ്കൂളുകളുണ്ട്. ഞാൻ അവരുമായിട്ട് വളരെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ പല സ്കൂളുകളിൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അസോസിയേഷൻ്റെ മെമ്പേഴ്സൊക്കെ പല സ്കൂളുകളുണ്ട്, വളരെ നന്നായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ഒരു കാരണം. ആ സഭയ്ക്ക് അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. ഇങ്ങനൊരു പ്രോജക്റ്റ് മുമ്പോട്ട് എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവും അറിവും എല്ലാവർക്കും ഉണ്ട്. 2, ഈ ഫാദർ ഇവിടെ ഇരിക്കുന്ന ഫാദർ പ്രിൻസിപ്പളാണ്. കാരണം ഈ അച്ഛനെ ഞാൻ വർഷങ്ങളായിട്ട് അറിയും. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ പണ്ട് പടുതല ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, ICC സ്കൂൾ പ്രിൻസിപ്പളായിരുന്നപ്പോഴേ അച്ഛൻ ഈ കേരളത്തിലെ ICC സ്കൂളിൻ്റെ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു. കോഡിംഗും പ്രോഗ്രാമിംഗും സൈബർ സുരക്ഷിതത്വത്തിന്റെ പഠനങ്ങളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ സ്വായത്തമാക്കാം. കുട്ടികൾക്ക് ആഗോളതലത്തിലുള്ള പഠനാവസരങ്ങൾ പദ്ധതി തുറന്നുകൊടുക്കും. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അന്താരാഷ്ട്ര ക്ലാസുകളിൽ പങ്കെടുക്കാനും പുതിയ സംസ്കാരങ്ങളെ അറിയാനും കഴിയുന്നതിലൂടെ ആത്മവിശ്വാസവും വളരുമെന്നും അധികൃതർ പറഞ്ഞു. When you have digital transformation, the first thing in India, the digital transformation happened in telecom. In my days when I started the companies first, I couldn't get a telephone line. I had to wait for a telephone line for 1 year or 2 years or buy it in Tatkal.
Today, your driver or your maid can go down the Kirana shop and get a telephone line because there's a digital transformation in telecom during the Rajiv Gandhi times. Then the digital transformation happened in banking. I don't know how many of you all carry cash. Maximum banking is happening through digitalization. Okay, now is a time for education to change. All right. Why the education should change is because in the year 2020, when we had a Y2K problem, UNESCO and Microsoft did a deep research and found out that we are changed over from the industrial age into the knowledge age. Okay, the first thing that should change is education, and UNESCO put a 2020 vision of UNESCO. By 2020, all the institutions should have changed into a new type of learning. So suppose you see any student who's coming out of the education system today has to they have to unlearn and relearn in the industry. Any student coming from college is joining the industry, they have to unlearn and relearn. They're not fit to be in the industry of the 21st century industry. Okay, but this particular vision was put by UNESCO. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ടെക് അവാൻഗാർഡ് സിഇഒ അലി സൈഡ്, കാർട്ട് ബ്രാഞ്ച് ഡയറക്ടർ KV വിൻസെന്റ്, PTA പ്രസിഡന്റ് സണ്ണി സേവിയർ, പ്രിൻസിപ്പൽ ജോജോ എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.